ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ സംസാരത്തിലുള്ള ഈ ഒരു എനർജി ഉണ്ടല്ലോ, അതിന് വഴിയെ കുറഞ്ഞു കുറഞ്ഞു വരും. അതിൻ്റെ കാരണം നിങ്ങൾക്ക് താനെ മനസ്സിലാവും കേട്ടോ. ഇത് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ ആഞ്ഞിലിച്ചക്കയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് കഴിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാനിത് നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അന്നേരമൊക്കെ എനിക്ക് ഭയങ്കര കൊതിയാണ്, എവിടെന്നെങ്കിലും ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഈശ്വരാ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലുറപ്പിച്ചു, ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പം എന്തായാലും ഞാനിത് വാങ്ങിക്കും. വാങ്ങിച്ചു. വാക്കിന് വിലയുള്ളവളാണ് ഞാൻ. വാങ്ങിച്ചതുകൊണ്ട് എന്തായി? ഞാൻ നഷ്ടപ്പെടുത്തിയ 100 രൂപ ചേട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് എന്നെ ശപിക്കുന്നുണ്ടാവും. എൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്തായിരുന്നു എന്നറിയോ? ഇത് കിട്ടിയാൽ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഇതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മുന്തിരിക്കൊല പോലെയാണല്ലോ ഇത് കാണാൻ. അത് മെല്ലെ കഴിക്കണം, അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ കരുതി നിന്നതാ. പക്ഷേ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അവസാനം കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്തോ തമിഴിലൊക്കെ പറഞ്ഞു. അതൊരു വേരാണ് കേട്ടോ. അത് ഇങ്ങനെ അതിൻ്റെ ആ തൊലിയൊക്കെ നമ്മൾ ചുരണ്ടി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് കുടിക്കുക. സൂപ്പാക്കാൻ പറ്റുന്ന സാധനം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ വാങ്ങിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ശർക്കര ഉണ്ടായിരുന്നു, നമ്മുടെ കൽക്കണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ചേട്ടനെ ഞാൻ 1.5 വർഷമായിട്ട് കാണാറുള്ളതാണ്. ആ വഴിക്കൊക്കെ പോകുമ്പോൾ എനിക്കറിയാം, ഞങ്ങൾ എപ്പോഴും ചിരിക്കാറൊക്കെ ഉണ്ട്. ഇത് കിട്ടിയപ്പോൾ ആ ഒരു ചിരി വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ശോകമായിട്ട് മാറിപ്പോയി. ഇതിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, അത് നല്ല വൃത്തിക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാൽക്കണിയിലൊക്കെ പോയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇതേ കണ്ടോ. ഈ എക്സ്പെക്റ്റേഷൻസ് അധികമായതുകൊണ്ട് വന്ന ഉടനെ ഞാൻ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. വന്ന് ഞാൻ എൻ്റെ കൈകളൊന്ന് കഴുകി, അതിൻ്റെ കൂടെ ഇതും നന്നായിട്ടൊന്ന് കഴുകി, നല്ലൊരു വൈറ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാൽക്കണിയിൽ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്. ഇതായിരുന്നു അവസ്ഥ. ചില വീഡിയോയിൽ ആളുകൾ പറയണ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ആദ്യം ഒരുപാട് കിട്ടിയിട്ട് വേണ്ടാതെ കളയുന്ന ഒരവസ്ഥ. അതായത് അത്രയും സുലഭമായിട്ട് കിട്ടിയിരുന്ന ഒരു സാധനമാണിതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാധനം ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അതിലേതെങ്കിലും ഒന്ന് പഴുത്തിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സങ്കടമില്ലായിരുന്നു. പച്ചയ്ക്ക് ഇതുകൊണ്ട് ഉപ്പേരിയോ തോരനോ വല്ലതും വെച്ചാൽ രുചി ഉണ്ടാവുമോന്നോ അറിയുന്നവരാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ശരി, വീണ്ടും കാണാം. ബൈ.